ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായി എന്നാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ ലോറൻസ് ബിഷോയുടെ ഭീഷണി നിലനിൽക്കുകയാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വെടിയേറ്റ് മരിച്ച കാര്യം നമ്മൾ മറക്കരുത്. ഈ ലോറൻസ് ബിഷോയുടെ പേര് പറഞ്ഞ് ഇയാൾ ഈ അതിക്രമിച്ച് കയറിയാൽ ഭീഷണി മുഴക്കിയെന്ന് മുംബൈ പോലീസ് പറയുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാമെന്ന് ഞാൻ കരുതുന്നു. ശ്രീനാഥ്, സൽമാൻ ഖാൻ്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്? ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ചയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ രാത്രി ദാദറിൽ സൽമാൻ ഖാൻ്റെ ഷൂട്ടിംഗ് സെറ്റിലേക്കാണ് ഒരാൾ അതിക്രമിച്ച് കയറിയത്. നമുക്കറിയാം, ഈ ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിന് ശേഷം സൽമാൻ ഖാൻ കനത്ത സുരക്ഷയിലാണ്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഷൂട്ടിംഗ് ആയാൽ പോലും വലിയ സുരക്ഷ അവിടെയുണ്ട്. സൽമാൻ്റെ ഈ സ്വകാര്യ സുരക്ഷാ ഏജൻസി മാത്രമല്ല, പോലീസിൻ്റെ വലിയ സംഘമുണ്ട്. ആരൊക്കെ അങ്ങോട്ടേക്ക് കയറുന്നുണ്ട് അവരുടെയൊക്കെ ആധാർ വിവരം അടക്കം പരിശോധിച്ച് അത്രയേറെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആർക്കെങ്കിലും ഈ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. എന്നിട്ടാണ് ദാദറിലെ ഇന്നലെ രാത്രി ഷൂട്ടിംഗ് സെറ്റിൽ സൽമാൻ ഉള്ളപ്പോൾ ഒരാൾ അതിക്രമിച്ച് കയറിയത്. ഈ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് ചിലരാണ് ഇങ്ങനെ ഒരാളെ നമുക്ക് പരിചയമില്ലല്ലോ എന്ന് സംശയിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആളല്ല എന്ന് തിരിച്ചറിയുന്നത്. ഉടനെ അയാളെ അവിടെ തടഞ്ഞു വെച്ചു, പോലീസിനെ വിളിപ്പിച്ചു. പക്ഷേ ഈ സമയം അദ്ദേഹം ലോറൻസ് ബിഷ്ണോയുടെ പേര് പറഞ്ഞ് ഭീഷണി മുഴക്കി എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവം കുറച്ചുകൂടി ഒന്ന് കൂട്ടുന്നത്. ലോറൻസ് ബിഷ്ണോയെ താൻ വിളിക്കണോ എന്ന് അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ ദാദറിനടുത്തുള്ള ശിവാജി നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും വലിയ സുരക്ഷ സൽമാൻ ഒരുക്കുമ്പോൾ പോലും ഇങ്ങനെയൊരു സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്ന സ്കേൻ. താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന് കനത്ത ഭീഷണി നിലനിൽക്കുകയാണ് മുംബൈ സിനിമാ ലോകത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്.